ക്യാഷ് ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിലോ GSTയിലോ പുതിയ എന്തെങ്കിലും റൂള് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും പല സോഷ്യൽ മീഡിയ പേജുകളിൽ വരുന്ന കാര്യങ്ങൾ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ നടത്തിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ക്യാഷ് ഇടപാട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നിയമത്തിൽ മുമ്പേ ഉള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ പുതിയതാണെന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആരും പാനിക് ആവണ്ട. ആ കാര്യങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് പറ്റുമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യാം. ഒന്ന്, ക്യാഷ് കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ആർക്കെങ്കിലും പരിചയത്തിലുള്ളതോ ഇല്ലാത്തതോ ആയ ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ആയിട്ട് കടം വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്, ഇൻകം ടാക്സ് നിയമത്തിലുണ്ട്. സെക്ഷൻ 269 SS എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരം അങ്ങനെ ചെയ്താൽ എത്രയാണോ നമ്മൾ കടം വാങ്ങിക്കുന്നത് അത്രയും എമൗണ്ട് പെനാൽറ്റി അടക്കേണ്ടി വരും, പിടിക്കപ്പെട്ടാൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം ഇടപാട് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ഉദാഹരണത്തിന് സ്ഥലക്കച്ചവടം, അതേപോലെ കാറ് വാങ്ങുക, അങ്ങനെയുള്ള പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതും പിടിക്കപ്പെട്ടാൽ എന്താണ് പ്രശ്നം? എത്രയാണോ ഇടപാട് നടന്നത്, ഫോർ എക്സാമ്പിൾ 5 ലക്ഷത്തിൻ്റെ ഇടപാടാണ് നടന്നതെങ്കിൽ 5 ലക്ഷം രൂപ പെനാൽറ്റി ചുമത്താനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇൻകം ടാക്സ് ഓഡിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരാൾക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അതൊരിക്കലും ക്യാഷായിട്ട് കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ ക്യാഷായിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ആ കൊടുക്കുന്ന തുക നിങ്ങളുടെ ബിസിനസിന്റെ എക്സ്പെൻഡിച്ചറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലാഭം കൂടും. ലാഭം കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ഇൻകം ടാക്സ് എന്ത് ചെയ്യും, കൂടും. ഈ 3 വിവരങ്ങളും മുമ്പേ ഉള്ളതാണ്. ഇപ്പം ആരെങ്കിലും പുതുതായിട്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക, ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക.